പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കണക്കുകൾ പറയരുത്, അഹങ്കരിക്കരുത്, പ്രകടനങ്ങൾ നടത്തരുത്. ഈ 3 കാര്യങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ മനസ്സിലാകേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണക്ക് പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇത്രയും ജപമാല ചൊല്ലിയിട്ടുണ്ട്, ഇത്രയും കുർബാന കണ്ടിട്ടുണ്ട്, ഞാൻ ഇത്രയും സമയം ഇവിടെ ഇരുന്നിട്ടുണ്ട്. ദൈവം ഇത് അറിയാത്ത വ്യക്തിയൊന്നല്ല. ഇനി അഹങ്കരിക്കുന്ന വ്യക്തി, ഞാൻ അത് മറ്റവനേക്കാളും അഹങ്കാരമായിട്ടൂടെ നിൽക്കരുത്, ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പള്ളി വരുന്നില്ല, ഞാൻ പള്ളി വരുന്നുണ്ട്, അതും വേണ്ട. മൂന്നാമതായിട്ട് പ്രകടനങ്ങൾ. കുറേയേറെ ഇങ്ങനെ കാണിച്ചു കൂട്ടും, കുറേയേറെ ഇങ്ങനെ ചൊല്ലിക്കൂട്ടും, എന്നാൽ മനസ്സും ഉള്ളും അവിടെ ഇല്ലാതെ ചെല്ലുന്ന പ്രാർത്ഥനകൾ. ഇന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുക. ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? പാപിയായി എന്നിൽ കനിയണമേ എന്ന് ഉള്ളു കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് അലിഞ്ഞില്ലാതായിട്ടുള്ള ഒരു പ്രാർത്ഥന. അങ്ങനെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിശുദ്ധ കുർബാന നീ അർപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ദൈവത്തോട് അലിഞ്ഞില്ലാതായി എല്ലാം സമർപ്പിച്ച് ദൈവത്തിനോടൊപ്പം നീ നിൽക്കുന്ന സമയമാണ് പ്രാർത്ഥന. അങ്ങനെയുള്ള ആ സമയം ഈ കുർബാനയിൽ ചില സമയത്ത് കുറച്ച് സമയം ഉണ്ടാവുള്ളതൊക്കെ, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു കുറച്ച് സമയം ഉണ്ടാവുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യും, പല ചിന്തകളും പിന്നെ ഉറക്കവും പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ പോകും. ദൈവമായിട്ട് ചേരുന്ന എൻ്റെ സമയം എപ്പോഴാണ്? ദൈവത്തോട് അലിഞ്ഞ് ഇല്ലാതാകും, ഞാനും ദൈവം അലിഞ്ഞില്ലാതാകുന്ന സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് നമുക്ക് സാധിക്കട്ടെ.